ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ എതിരാളികൾ അത് യൂറോപ്യൻ ടീമായ സ്കോട്ട്ലൻഡാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 25 ആ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. സമീപകാലത്ത് നല്ല രൂപത്തിൽ കളിക്കുന്ന ടീമാണ് സ്കോട്ട്ലാൻഡ്. തീർച്ചയായും ബ്രസീലിന് ഒരു വെല്ലുവിളി ഉയർത്താൻ സ്കോട്ടിഷ് പടക്ക് സാധിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ ഏറ്റുമുട്ടിയ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് വേൾഡ് കപ്പിലെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതുവരെ 9 തവണയാണ് സ്കോട്ട്ലാൻഡ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ളത്. അതിൽ 5 തവണയും ബ്രസീലിന്റെ ഗ്രൂപ്പിൽ അവർക്ക് ഇടം നേടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അതിന്റെ കണക്കുകളിലേക്ക് വരാം. അതായത് 1974 വേൾഡ് കപ്പിൽ ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഗോൾ രഹിത സമനിലയിൽ പിരിയുകയായിരുന്നു. ഇനി 1982 വേൾഡ് കപ്പിൽ ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ വീണ്ടും ഏറ്റുമുട്ടി. അന്ന് 1-4 ഗോളുകൾക്കാണ് ബ്രസീൽ വിജയിച്ചിട്ടുള്ളത്. പിന്നീട് 1990 ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടി. അന്ന് ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്രസീൽ വിജയിച്ചു. പിന്നീട് 1998 ഏറ്റുമുട്ടിയത്. 1-2 ഗോളുകൾക്കാണ് സ്കോട്ട്ലാൻഡിനെതിരെ ബ്രസീൽ അന്ന് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ 4 തവണയാണ് ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ ഇതുവരെ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 5ാമത്തെ തവണയാണ്. ഒരൊറ്റ മത്സരത്തിൽ പോലും ബ്രസീലിന് തോൽക്കേണ്ടി വന്നിട്ടില്ല. വേൾഡ് കപ്പിൽ സ്കോട്ടിഷ് പടയോട് ബ്രസീൽ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ആ ഒരു അപരാജിത കുതിപ്പ് നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മത്സരം കൂടി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് 2011 ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ അവസാനമായി കൊണ്ട് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അന്ന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബ്രസീൽ വിജയിച്ചിട്ടുണ്ട്. ആ 2 ഗോളുകൾ നേടിയത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ ആയിരുന്നു. നെയ്മറുടെ കരിയറിന്റെ തുടക്കകാലമാണ്. അന്ന് സ്കോട്ട്ലാൻഡിനെതിരെ 2 ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീലിനെ വിജയതീരം അണിയിച്ച താരമാണ് നെയ്മർ ജൂനിയർ. ഇപ്പോഴും നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ സജീവമാണ്. പക്ഷേ വേൾഡ് കപ്പിനുള്ള ടീമിൽ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് വ്യക്തമല്ല. നെയ്മറെ എന്തായാലും ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.